ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ജോലിയില്ലാത്ത ഭാര്യയാണെങ്കിൽ വീട്ടുജോലിയിലൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എങ്ങനെ അവർ സംസാരിക്കുന്നു അതറിയാൻ ഈ വീഡിയോ സഹായിക്കും. പതി, ഭാര്യ, പത്നി. ആദ്യമായി ഭാര്യയുടെ ഒരു സംബോധന നോക്കാം. ഒരു നല്ല ഭാര്യയാണെങ്കിൽ ജി സുനാ ഹേ, കേട്ടോ, കേട്ടാലും കേൾക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പതിയും നല്ല ഒരാളാണെങ്കിൽ കഹോ ജി, ബോലോ ജി, ആ ജി എന്ന് പറയും. ഇതല്ലാതെ പല രീതിയിൽ ഉള്ള വിളികളുമുണ്ട്, പറച്ചിലുമുണ്ട്. അരി തീർന്നു, ചാവൽ കഥം. അരി തീർന്നു, ചാവൽ കഥം. തീർന്നു പോയി, കഥം ഹോഗയാ. എന്നാൽ തീരുന്നതിന് മുൻപ് പറയുന്നവരുമുണ്ട്. അവരിങ്ങനെ പറയും, ചാവൽ കഥം ഹോനെ പേ ഹേ, ചാവൽ കഥം ഹോനെ വാല ഹേ, ചാവൽ കഥം ഹോ രഹാ ഹേ. അപ്പോൾ മറുപടിയായിട്ട് കൊണ്ടുവരാം, ഇപ്പോൾ കൊണ്ടുവരാം. ലാത്താഹും, ലാവൂങ്ക, അഭി ലാത്താഹും, അഭി ലാ ജായേഗ. അപ്പോൾ തീർന്നാൽ കഥം, കഥം ഹോഗയ. തീരുന്നതിന് മുമ്പ് കഥം ഹോനെ വാല ഹേ, കഥം ഹോനെ പേ ഹേ. അരിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു സാധനങ്ങൾ തീർന്നു പോയാലും കഥം ഹോഗയ, കഥം ഹോനെ വാല ഹേ പറയാം. എന്നാൽ ആരെങ്കിലും സ്വർഗവാസം ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും കഥം ഹോഗയ എന്ന് പറഞ്ഞാൽ അത് അവർ അറിയാത്തതുകൊണ്ട് പറയുന്നതാണ്. വസ്തുക്കളൊക്കെ കഥം പോകുമ്പോൾ അല്ല എന്തെങ്കിലും സാധനം തീർന്നു പോകുമ്പോഴാണ് അത് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭാര്യ നല്ലതുമായിരിക്കുന്ന പോലെ ഭർത്താവും നല്ലതാണെങ്കിൽ ടീക് ഹേ പറയും. ശരി. ലാത്താഹും, കൊണ്ടുവരാം. വീട്ടിൽ അരിയില്ല, ചോറ് എങ്ങനെ ഉണ്ണും? കച്ചാ ചാവൽ നഹിയേ തോ പക്കാ ചാവൽ കൈസേ മിലേഗ. അതുകൊണ്ട് ചിലർ ഇതറിയാവുന്നതുകൊണ്ട് പറയും, ഞാൻ അഭി ലാവൂങ്ക, ഇപ്പോൾ കൊണ്ടുവരും. അല്ലെങ്കിൽ നീട്ടിവെക്കുന്നവരാണെങ്കിലോ ബാദ് മേ ലാവൂങ്ക, 4 ബജെ ലാവൂങ്ക, പിന്നെ കൊണ്ടുവരാം, 4 മണിക്ക് കൊണ്ടുവരാം. കൽ ലാവൂങ്ക, നാളെ കൊണ്ടുവരാം. പർസു ലാവൂങ്ക, മറ്റന്നാൾ കൊണ്ടുവരാം. ഇങ്ങനെ നീളും. ഭൂക്ക് ലഹരാഹേ, വിശക്കുന്നു. പ്യാസ് ലഹരാഹേ, ദാഹിക്കുന്നു. ഞാനിപ്പോൾ കൊണ്ടുവരാം. അഭിലാത്താവും ഖാന, അഭിലാത്തിയും പാനി. നേരിട്ട് വെള്ളം താ, ചോറ് താ അങ്ങനെ പറയാതെ ചോദിക്കുന്നവരാണ് ഈ രീതിയിൽ. ഒരു ഹിന്റ് കൊടുക്കും. അപ്പോൾ കേൾക്കുന്നവർ ബോധമുള്ളവരാണല്ലോ, അപ്പോൾ അവരത് മനസ്സിലാക്കി അത് വേണ്ടത് ചെയ്യും. അപ്പോൾ അങ്ങനെയും പറയാം. നേരിട്ടൊരു സാധനം താ എന്ന് പറയാതെ കാരണം പറയും. വിശക്കുന്നു പറയുമ്പോൾ അറിയാം, ആഹാരം കൊടുക്കാൻ സമയമായില്ലേ, ആഹാരം കൊടുക്കണം. ദാഹിക്കുന്നു, അത്രത്തോളം ക്ലോസായ ബന്ധമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയെടുത്ത് പെട്ടെന്ന് അത് ചെയ്യുകയും ചെയ്യും. എടാ, എടി, വിളി ഇവരുടെ ഇടയിൽ, ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഇല്ല. അവരിപ്പോൾ പറയുന്നത്, ഇപ്പോൾ മോന് ഉണ്ട് അല്ലെങ്കിൽ മോളുണ്ട്, മോളുടെ പേര് സി ആണ്, മോൻ്റെ പേര് ഡി ആണെങ്കിൽ ഡി കാ പപ്പ, സി കി മമ്മി, ഇങ്ങനെയാണ് പറയുന്നത്. പിള്ളേർ അവർക്കറിയത്തില്ല. ചിലപ്പോൾ ഡി വിചാരിക്കും, അയ്യോ എൻ്റെ അമ്മ കൂടെ അല്ലേ, അല്ലെങ്കിൽ സി വിചാരിക്കും എൻ്റെ അച്ഛനല്ലേ. പിന്നെ ഈ ആൾക്കാർ എന്തിനാണ് ഡിയുടെ അമ്മ എന്നോ അല്ലെങ്കിൽ സിയുടെ അച്ഛനെന്നോ ഒക്കെ പറയുന്നതെന്ന് ചുമ്മാ പിള്ളേർ ചിന്തിച്ചേക്കാം. സാധാരണ അങ്ങനെയും പറയും, ഡി കി മമ്മി, സി കാ പപ്പ. ഭർത്താവ് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, അറിയത്തില്ലല്ലോ മോൻ സ്കൂളിൽ പോയോ, ബേട്ടാ സ്കൂൾ ഗയാ ക്യാ, അല്ലെങ്കിൽ ബേട്ടി സ്കൂൾ ഗയി ക്യാ. ഗയാ, പോയില്ലെങ്കിൽ നഹി ഗയാ. ഇനിയും വിശക്കുന്നു, ദാഹിക്കുന്നു എന്നുള്ളത് തിന്നാൻ താ, കുടിക്കാൻ താ എന്ന് പറഞ്ഞാലോ ഖാനെ കോ ദോ, പീനെ കോ ദോ. ഇവിടെ പറയുന്ന ഖാന പീന മറ്റൊരർത്ഥത്തിലും വരും, ഉപയോഗിക്കാറുണ്ട്. അതവിടെ ഉദ്ദേശിക്കുന്നത് ഇറച്ചി തീറ്റയും വെള്ളമടിയും ഒക്കെയാണ്. അല്ലാതെയും വേറൊരു രീതിയിലുണ്ട്. ചിലർ നല്ല വണ്ണമൊക്കെ ഉള്ളവരായിരിക്കും, അതുപോലെ വണ്ണം കുറഞ്ഞവർ, ആരോഗ്യമുള്ളവരൊക്കെ ആയിരിക്കും.
അപ്പോൾ വണ്ണം കൂടിയവർ ചിലപ്പോൾ പറയും, ഒരു തമാശ രൂപത്തിൽ ഒരു ചെറിയൊരു കളിയാക്ക് പോലെ പറയും, ഹം ലോ അല്ലെങ്കിൽ ഹം ഖാത്തെ പീത്തെ ഘർ കാ ഹേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൈസ ഉള്ള വീട്ടിൽ ജനിച്ചു വളർന്നവരാണ്, ഞങ്ങൾ നല്ല പോഷകാഹാരങ്ങളും അതുപോലെ പാല് ജ്യൂസ് ഇങ്ങനെയുള്ള ഗുണമുള്ള സാധനങ്ങളൊക്കെ കുടിച്ച് വളർന്നവരാണ് എന്ന അർത്ഥത്തിലും പറയും. അപ്പോൾ ഖാനെ പീനേക്ക എന്നുള്ള അർത്ഥം പല വിധത്തിലുണ്ട്. ഇനി ഇങ്ങനെ ഹിന്ദു അല്ലെ ചോദിച്ചു വാങ്ങോ ചെയ്യാതെ ചോദ്യമായിട്ട് പറയുന്നവരുണ്ട്, എന്താടി നോക്കി നിൽക്കുന്നത്, പെട്ടെന്ന് കൊണ്ടുപോവാ, അല്ലെങ്കിൽ താങ്കൾ എന്താ പെട്ടെന്ന് അരി കൊണ്ടുവരാ. അപ്പോൾ എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ അരിയില്ല എന്ന് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡായി നിൽക്കുമ്പോൾ ഡയറക്റ്റായിട്ടോ അരി കൊണ്ടുപോവാ അല്ലെങ്കിൽ വെള്ളം താ. മറ്റൊരു രീതിയാണ് ചോദ്യമായിട്ട്, എന്താടി നോക്കി നിൽക്കുന്നത്, പെട്ടെന്ന് വെള്ളം കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഇവിടെ അരിയൊന്നുമില്ല പെട്ടെന്ന് അരി മേടിച്ചുകൊണ്ട് പോവാ. ആ രീതിയുമുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് താഴോട്ടുള്ള പല രീതികളാണ്. അങ്ങോട്ടൊക്കെ നമ്മൾ കടക്കാതിരിക്കുന്നതാണ് ഒരു മാതൃകാപരമായ രീതിക്ക് നല്ലത്. എന്നാൽ ഇപ്പോൾ പണ്ടത്തെക്കാളും ആൾക്കാർക്കൊക്കെ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ആയതുകൊണ്ട് അവർ മാന്യമായിട്ട് സംസാരിക്കുവാന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അത് നിലനിൽക്കുവാനിടയായിത്തീരട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നമുക്ക് സംസാരിക്കുന്നതിനെക്കുറിച്ചൊരു ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ.